ഇടുക്കി മെഡിക്കൽ കോളേജിലെ സെപ്റ്റിക് മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നു. മൂക്കുപൊത്താതെ രോഗികൾക്കും ജീവനക്കാർക്കും മെഡിക്കൽ കോളേജിൽ എത്താൻ കഴിയുന്നില്ലെന്നുള്ളതാണ് പരാതി. താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കാൻ നടപടി ആരംഭിച്ചുവെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല. പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ട് പണിയിൽ കാലതാമസമെന്നും പരാതി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കാഴ്ചയാണിത്. അത്യാഹിത വിഭാഗത്തിന് സമീപത്തെ സെപ്റ്റിക് ടാങ്ക് മാലിന്യമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. ദുർഗന്ധം സഹിക്കാൻ കഴിയില്ല. ഈ മലിനജലം ചവിട്ടി വേണം രോഗികൾക്കും ജീവനക്കാർക്കും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ. ദിവസവും നൂറുകണക്കിന് പേർ എത്തുന്ന മെഡിക്കൽ കോളേജിൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാത്തതാണ് പ്രശ്നം. നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. ആരും തിരിഞ്ഞുപോലും നോക്കുന്നില്ല. സർക്കാരിൻ്റെ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്തി കൊള്ളയടിക്കുക എന്ന് മാത്രമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെയും ഈ സെപ്റ്റിക് ടാങ്ക് പോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഇവിടെ നടക്കുന്നത്. ഒരു കൃത്യമായ രീതിയിൽ അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിക്കാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ റൂട്ടിലൂടെ നടന്നു പോകുന്ന ആളുകൾ ഇവിടെ സെപ്റ്റിക് വേസ്റ്റിലൂടെ ചവിട്ടി അതുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് വാഹനത്തെ കയറി അങ്ങനെ നിരവധിയായി രോഗങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പടർന്നു പിടിക്കുന്ന സാഹചര്യമൊക്കെ സൃഷ്ടിക്കും. കിറ്റ്കോ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. നിലവിൽ പുറത്തേക്ക് മലിനജലം ഒഴുകുന്നത് തടയാൻ നടപടി ആരംഭിച്ചതായി മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. എന്നാൽ ഇത് ശാസ്ത്രീയ മാർഗമല്ലെന്നും സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മാത്രമാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ സമ്മതിക്കുന്നു. ഒരു പൈപ്പ് ഇട്ടൊരു താൽക്കാലിക കുഴിയിലോട്ട് ആ വെള്ളം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. പണി പുരോഗമിക്കുന്നതിന്റെ റേറ്റ് വളരെ കുറവാണ്. അത് സ്ലോ, അത് മെല്ലെ പോക്കാണ് പ്രധാന കാരണം. മാതൃഭൂമി ന്യൂസ് ഇടുക്കി.